ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ദർശി. ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞാൽ ബസാള. അങ്ങനെ ഇന്നിപ്പോൾ ബസാലൻ്റെ പിണ്ടിയും ബസാലൻ്റെ കറിയും ആക്കാം. പിണ്ടി ആക്കുക, ഇനി അരി ഇട്ടിട്ട് വെക്കാം. ബൈറ്റാകുമ്പോൾ പിണ്ടി ആക്കാം, കറി ഇപ്പാക്കിയിട്ട് വെക്കാം. പിണ്ടി ബൈറ്റാകുമ്പോൾ വെക്കാം. ഒന്നര ലോട്ട അരി ഇടുന്നു, 1.5 ലോട്ട മതി. പച്ചരി ഇനിയിപ്പോൾ തണ്ണി ഇട്ടിട്ട് വെക്കാം. കതിയിട്ട് തണ്ണി ഇട്ടിട്ട് വെച്ചിട്ട് മസാല കട്ടാക്കിയിട്ടായി. അതിൻ്റെ എല്ലാം കുറച്ച് 3-4 പീസാക്കിയിട്ട് കട്ടാക്കിയിടാം. ഇനിയിപ്പോൾ കുറച്ച് കത്തിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവനി വെക്കാം. ഇത് കുറേ നേരം വേവണം മാത്രം. കുക്കറിൽ വെക്കാൻ മാത്രം. കുക്കറിൽ എൻ്റെ ചോറുണ്ട്, ഇങ്ങനെ തോപ്പൽ വെക്കാം. ഇപ്പം മസാല തണ്ണി ഇട്ടിട്ട് വെച്ചാൽ വേവുമ്പോൾ കുറച്ച് ഉപ്പ് ഇടാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് കുറച്ച് വേവട്ട് പിന്നെ കൂടെ തേങ്ങ ചേർച്ചിട്ട് വെച്ചിന. ഇനിയിപ്പോൾ മുളകെല്ലാം വറുക്കാം. അപ്പം ഇത് വറുക്കാൻ ജീരക, കൊത്തമ്പരി, മുളകും പിന്നെ ഭർത്ത മെത്ത, നല്ല മുളക്, അരി, കടു ഇത്ര ഉണ്ട്. ഇതിപ്പോൾ ഇതിൽ വറുത്തിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, പുളി ഇട്ടിട്ട് തണ്ണി വിത്തിട്ട് കടയാം. പേസ്റ്റ് പോലെ അത് നേരത്തൂടെ ഇത് പെന്തോണ്ടിക്കട്ടെ. മസാല ഇപ്പം വെന്ത് ഇതിലൊക്കെ കടഞ്ഞിട്ട് വെച്ച മസാല ഇടാം. ഇത് ഗ്രൈൻഡാക്കി വെച്ചത് ഇനി ഇതിലൊക്കെ ഇടാം. തണ്ണി നോക്കിയിട്ട് വിൽക്കുന്നത് ഈ പരപ്പുയിലൊക്കെ ഇട്ടാൽ കുറച്ച് മിക്സ് ആക്കാം. ഞാൻ കറി കുറേ ആക്കുന്നില്ല, ഞങ്ങളോട് ആരെ തൊണ്ടൽ കീഴുന്നില്ല. മസാല ഞാൻ കാലത്ത് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റിക്ക് ചെല്ലിയാണ്. എനിക്ക് വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും കറി കൊണ്ടുവന്നാണ്. സോ ഇത് കുറേ ആക്കുന്നത് വേണ്ട, അടുക്ക് മാത്രം. ഇത് കുറച്ച് നേരം പാക്കറ്റ് അപ്പക്കമ്പക്ക് ഒരു നീരുള്ളിൻ്റെ ഒഗറിന് റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാനക്ക് എണ്ണ വീഴ്ത്തിയാൽ ഇതിലൊക്കെ നീരുള്ളി കട്ടാക്കി ഇടാം. കറച്ച ഇപ്പം കറി നല്ല പാച്ചായി ഇവിടെ ഒഗറിനിട്ടുണ്ടെങ്കിൽ അത് റെഡിയായി. ഒഗറിനൊക്കെ പാനെന്തില്ല, നീരുള്ളിയും കറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ബസലയുടെ കറി റെഡിയായി. വൈകിട്ട് പിണ്ടിയാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഇന്നാണ് ബസല കറി ഇടുന്നില്ല, അതിൻ്റെ ബാക്ക് കുച്ചാക്കി വെച്ചാൽ ഇപ്പം ഇതിൽ അരി, തേങ്ങ, ചോറിട്ടിട്ട് കടഞ്ഞ ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം. പിന്നെ കുറച്ച് എണ്ണ വീത്താം. ഇപ്പം ഗട്ടിയാവുമ്പോൾ മിക്സ് ആക്കണം. ഒരു പിണ്ടി ആക്കുന്നത്ര ചപ്പാത്തിൻ്റെ ഉണ്ടാക്കുന്നല്ലേ അത്രത്തോളം മിക്സ് ആക്കണം. ഇത് കുറച്ച് തണ്ണി ഉണ്ടാകും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ടെങ്കിൽ നല്ലതൊരു കണക്കിൽ ചില പറ്റുന്നില്ല. നല്ല സോപ്പിൽ വന്ന് മിക്സ് ആക്കാം. ആരെപ്പോറിൽ ഇന്ന് എന്തെല്ലാം ചായക്ക് ചെയ്തിട്ട് കമൻ്റ് ആക്കി. പിന്നെ വീഡിയോ നോക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ആക്കി. ഇന്നിപ്പോൾ ഗട്ടിയായിക്കൊണ്ട് വന്നാലേ ഇങ്ങനെ എല്ലാം സോപ്പിൽ ഗട്ടിയാകുന്നതല്ലേ മിക്സ് ആക്കിയിട്ട് കാണിക്കണം. ഇതിപ്പോൾ കൺസിസ്റ്റൻസി ഇത്ര റെഡിയായി. ഇനി ചെറുക്ക് പിണ്ടിയാക്കിയിട്ട് വെക്കാം. പിണ്ടിയാക്കിയിട്ട് ഇതിന് കുറച്ച് കറി എടുത്തിട്ട് അതിൻ്റെ ഒപ്പത്തേക്ക് പരപ്പിക്കുന്നത്. പിണ്ടി റെഡിയായി. ചെറിയ പിണ്ടിയാക്കിന. ഇപ്പോൾ ഇവിടെ ഞാൻ കറി എന്താക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടണം. ഇത് വേവട്ട് വെന്ത പിന്നെ കാണിക്കണം. മസാല പിന്നെ റെഡിയായി.